പൊതു ഞായറാഴ്ച തോമാസ് ശ്ലീഹയുടെ തിരുനാളായിട്ട് സഭ ആചരിക്കുന്ന ദിവസമാണ്. തോമാസ് ശ്ലീഹയുടെ തിരുനാളുകൾക്ക് മഴ പെയ്യും എന്നൊരു സൂചനയുണ്ട്. തുഹ്റാനിക്ക് ആറാന ഒഴുകും എന്നൊക്കെ കാരണവന്മാർ പറയാറുണ്ട്. ഇന്ന് സ്വാഭാവികമായും മഴയുടെ ദിവസമായി. ഇന്നത്തെ വചനം ഈശോ ഉത്ഥാനാനന്തരം തോമസിന് പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ്. പല കാരണങ്ങൾ കൊണ്ട് ഈ വചനഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, കുമ്പസാരം എന്ന കുദാശയുടെ മർമ്മപ്രധാനമായ സ്ഥാപന വാക്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് തോമാസ് ശ്ലീഹയ്ക്ക് പ്രത്യേകമായിട്ട് തോമാസ് ശ്ലീഹയുടെ പരിഭാഷയ്ക്ക് മുമ്പ് വിശ്വാസത്തിൻ്റെ നിർബന്ധത്തിന് മുന്നിൽ ഈശോ വഴങ്ങുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് യേശു കതകടച്ചിരുന്ന മുറിയിലേക്കാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം അവൻ്റെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഉദ്ധിതനായ ക്രിസ്തുവിനെ ശിഷ്യന്മാർ തിരിച്ചറിയില്ല. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് സംസാരിച്ച് കൂടെ യാത്ര ചെയ്തിട്ടും അവർക്ക് മനസ്സിലായി. ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് 3 വർഷം കൂടെ നടന്ന അപ്പസ്തലന്മാർക്ക് സാധിച്ചില്ല. ആ ഉദ്ധിതൻ്റെ അടയാളം എന്താണ്? ഇന്നത്തെ വചനം സൂചിപ്പിക്കുന്ന വളരെ ഇന്ന് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് തരുന്ന ഒരു വിഷയം ഇതാണ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? അത് സ്വാഭാവികമായും സഹനത്തിൻ്റെ തിരിശേഷിപ്പുകളാണ്, അവൻ്റെ മുറിപ്പാടുകളാണ് അവനെ തിരിച്ചറിയാനുള്ള മാർഗം. ഒരു പ്രത്യേക മുഖച്ഛായ നോക്കിയിട്ടോ ശാരീരിക ക്ഷേപ്പ് നോക്കിയിട്ടോ പുരുഷനോ സ്ത്രീയോ എന്ന് നോക്കിയിട്ടോ ഒന്നുമല്ല. സഹിക്കുന്ന മനുഷ്യരുടെ ഛായയും സാദൃശ്യവുമാണ് ഉദ്ധിതനായ ക്രിസ്തുവിനുള്ളത്. അതിൻ്റെ ആശയം പിൻപറ്റിയാണ് നമ്മുടെ സഭ അതിൻ്റെ ആരംഭം മുതലേ ദുഃഖിതരെയും പീഡിതരെയും രോഗികളെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചതും ചെയ്തു പോരുന്നതും. നമ്മൾ വളരെയേറെ കാലത്തെ ക്രൈസ്തവ പാരമ്പര്യം നമ്മുടെ ഈ പ്രദേശത്ത് പറയുന്നുണ്ട് എങ്കിലും ഏറെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഈ പ്രദേശത്ത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ നമ്മൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളത്. അപരനെ, രോഗികളെ, അതുപോലെ തന്നെ അനാഥരെ, വിധവകളെ, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവരെ, ബുദ്ധിമാന്യമുള്ളവരെ ഒക്കെ ശുശ്രൂഷിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് കാര്യമായിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ധിതനായ ക്രിസ്തുവിനെ കാര്യമായിട്ട് ഈ പ്രദേശത്ത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വലിയ ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം പരോന്മുഖമായി നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഉദ്ധിതനെ തിരിച്ചറിയുന്നത് അവൻ്റെ മുറിപ്പാടുകളിലൂടെയാണ്. സഹിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യരിലും ഉദ്ധിതനെ തിരിച്ചറിയാനായിട്ടുള്ള കാഴ്ച നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് യേശു അനുഭവം നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാവുക. സഹിക്കുന്നവരുടെ സഹനങ്ങൾ. അതുകൊണ്ടാണ് പ്രായമായ മനുഷ്യരെ ഒക്കെ ശുശ്രൂഷിക്കുന്നത് വലിയ പുണ്യമായിട്ട് നമ്മൾ കരുതുകയും അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് നമ്മൾ സന്ദർശനങ്ങൾ നടത്തുകയും അങ്ങനെ ശുശ്രൂഷിക്കുന്നവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുകയും അവരെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ സൂചന അത് തന്നെയാണ്. സഹിക്കുന്ന മനുഷ്യരുടെ അവരിൽ ക്രിസ്തുവിനെ കാണാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് സാരം. നമ്മുടെ അവസാന വിധിയുടെ സമയത്ത് ക്രിസ്തു പറയുന്നത് തന്നെയാണല്ലോ, സ്വർഗരാജ്യത്തിൻ്റെ അർഹത കുർബാനയിൽ എത്ര പങ്കുകൊണ്ടു, നൊവേനയിൽ എത്ര പങ്കുകൊണ്ടു എന്നുള്ളതല്ല, മറിച്ച് അവരന് എന്ത് സഹായം ചെയ്തു എന്നുള്ളതാണ്. സ്വാഭാവികമായും സഹിക്കുന്ന മനുഷ്യരുടെ സഹനങ്ങളുടെ തിരിശേഷിപ്പുകളിൽ ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള കാഴ്ച ചോദിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം.